ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് +1 ഇംഗ്ലീഷ് എക്സാമിന് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട സെഷനാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതായത് ഫസ്റ്റ് നമുക്ക് വരുന്നതാണ് സ്പീച്ച്. ഏതൊരു സ്പീച്ച് കണ്ടു കഴിഞ്ഞാലും സാധാരണ സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും എഴുതാനുള്ള ഒരു ഫോർമാറ്റ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളത് കണ്ടു എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഇത് വരാറുള്ളത്. പിന്നെ അപ്രിസിയേഷൻ, നമുക്കൊരു പോയത്തിനെ പറ്റി, ഒരു അൺനോൺ പോയത്തിനെ പറ്റിയിട്ടായിരിക്കും നമുക്ക് അപ്രിസിയേഷൻ തയ്യാറാക്കാൻ ഉണ്ടായിരിക്കുക. അപ്പോൾ എന്തായാലും നിങ്ങൾ അതിൻ്റെ ഫോർമാറ്റ് പഠിച്ചിരിക്കണം കേട്ടോ. 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് വരിക. പിന്നെ ആപ്ലിക്കേഷൻ ലെറ്റർ വിത്ത് റെസ്യൂം. ആപ്ലിക്കേഷൻ ലെറ്റർ വിത്ത് റെസ്യൂം എന്ന് പറഞ്ഞാൽ ഒരു ജോബ് വാക്കൻസി ഉണ്ട്, ആ വാക്കൻസിയിലേക്ക് എന്ത് ചെയ്യുക, ഒരു ലെറ്ററും എഴുതുക, അതേപോലെ തന്നെ ഒരു റെസ്യൂം എഴുതുക. 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ക്വസ്റ്റ്യൻ വരാറുള്ളത്. പിന്നെ പ്രൊഫൈൽ നമുക്ക് നമ്മൾ 10th നിന്ന് പഠിച്ചതാണ്, ഹിൻസ് അവർ തന്നിട്ടുണ്ടാകും, അത് എന്ത് ചെയ്യുക, ജോയിൻ ചെയ്ത് എഴുതുക. 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതാണ് ക്യാരക്ടർ സ്കെച്ച്. മറക്കണ്ട, ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനാണ്. നമുക്ക് നിരവധി ക്യാരക്ടേഴ്സ് പഠിക്കാനുണ്ട്. അപ്പോൾ അതിലേതെങ്കിലും ഒരു ക്യാരക്ടറിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്തെങ്കിലും പഠിക്കണം. ക്ലിയർ ആയോ? അപ്പോൾ ഏതൊരു ക്യാരക്ടർ സ്കെച്ചും കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ എൻഡിങ്ങിൽ എഴുതാൻ പറ്റിയ സിമ്പിൾ ഫോർമാറ്റ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് നോക്കുക. പിന്നെ ലെറ്റർ ടു എഡിറ്റർ, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതാണ്. ഒരു ഫോമൽ ലെറ്ററാണ് കേട്ടോ. പിന്നെ റൈറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ജസ്റ്റ് ഒരു പാരഗ്രാഫൊക്കെ എഴുതി വെക്കുക ക്വസ്റ്റിനെ പറ്റി, അല്ലെങ്കിൽ ആ ടോപ്പിക്കിനെ പറ്റി എന്ത് ജസ്റ്റ് ഒരു പാരഗ്രാഫൊക്കെ എഴുതി വെക്കുക. പിന്നെ അതേപോലെ തന്നെ ട്രാവൽ ഇൻഫോ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ അബൌട്ട് എ ടൂറിസ്റ്റ് പ്ലേസ്. അതായത് ഗെറ്റിംഗ് ദർ, ഡോണ്ട് മിസ് ഔട്ട്, ക്യുസീൻ, ഇങ്ങനെ 3 സബ് ഹെഡിങ് ആയിട്ട് അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. പിന്നെ ട്രാവൽ എസ്സേ എന്ന നമ്മുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതിനാണ് ട്രാവൽ എസ്സേ. 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതാണ്. ലൈവ് ടി വി റിപ്പോർട്ട്, ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു ഇൻസിഡൻറ്റ് എന്ത് ചെയ്യുക, നമ്മൾ ലൈവായിട്ട് എന്ത് ചെയ്യുക, റിപ്പോർട്ട് ചെയ്യുന്നതിനാണ് ലൈവ് ടി വി റിപ്പോർട്ട്. ഏതൊരു ലൈവ് ടി വി റിപ്പോർട്ടിൻ്റെയും സ്റ്റാർട്ടിങ്ങിലും എന്തെങ്കിലും എഴുതാൻ പറ്റിയ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. പിന്നെ സെമിനാർ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ സെയിം ആണ്. അതായത് ഒരു പ്രോഗ്രാമിനെ പറ്റി എന്ത് ചെയ്യുക, നമ്മൾ റിപ്പോർട്ട് തയ്യാറാക്കുക. ഇത്ര മണിക്കാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്, ഇന്നാളാണ് ഇനാഗ്രേറ്റ് ചെയ്തത്, ഇന്നാളാണ് ഫെലിസിറ്റേഷൻ സ്പീച്ച് നടത്തിയത്. അതായത് ഫുള്ള് പാസ്റ്റ് ആക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എഴുതേണ്ടത്. പിന്നെ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്, നമ്മൾ സാധാരണ ന്യൂസ് വായിക്കാറുണ്ട്, അപ്പോൾ നമുക്ക് എന്ത് വേണം, ആ ഒരു ഫോർമാറ്റിലാണ് ഫോളോ ചെയ്യേണ്ടത്. നമുക്കൊരു ഹെഡിങ് വേണം, പിന്നെ പ്ലേസ്, ഡേറ്റ്. ഓക്കെ. പിന്നെ ഹെഡിങ് എഴുതുമ്പോൾ സിമ്പിൾ വേർഡ്സ് യൂസ് ചെയ്തുകൊണ്ടാണ് എഴുതേണ്ടത്. പിന്നെ എസ്സേ ഓർ ആർട്ടിക്കിൾ, നമ്മൾ ജസ്റ്റ് ഒരു ടൈറ്റിൽ എഴുതുക, ആ ടൈറ്റിലിനെ പറ്റി എന്ത് ചെയ്യുക, ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യണം, എക്സ്പ്ലെയിൻ ചെയ്യുക കേട്ടോ. പിന്നെ പ്രിസൈസ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ലെങ്തി പാരഗ്രാഫിനെ ഷോർട്ടാക്കി എഴുതുന്നതിനാണ് പ്രിസൈസ് റൈറ്റിംഗ് എന്ന് പറയുക. പിന്നെ ഇൻഫോർമൽ ലെറ്റർ, നമ്മുടെ ഫ്രണ്ട്സിന് എഴുതുന്ന ലെറ്ററാണ് ഇൻഫോർമൽ ലെറ്റർ. സാധാരണ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട്. പിന്നെ ഇമെയിൽ റൈറ്റിംഗ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അതായത് ടു CC BCC സബ്ജക്റ്റ്, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസാണ് നമുക്ക് റൈറ്റിംഗ് സെക്ഷനിൽ വരാറുള്ളത്. അപ്പോൾ നന്നായി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ ഗ്രാമർ സെക്ഷന് കോൺകോഡ് വരാറുണ്ട്, റിപ്പോർട്ട് സ്പീച്ച് വരാറുണ്ട്, കൊഹീസീവ് ഡിവൈസ് വരാറുണ്ട്, പിന്നെ ആക്റ്റീവ് പാസീവ് വോയിസ് വരാറുണ്ട്, റാദർ ദാൻ, പ്രിഫർ. അപ്പോൾ ഈ പറയപ്പെട്ടതിൻ്റെ ഒക്കെ ക്ലാസ്സുകൾ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്.